Hello dear students, welcome to IIT JAM 2023 Physics Question Paper Discussion. നമ്മൾ കഴിഞ്ഞ കുറേ ലെക്ചേഴ്സായിട്ട് IIT ജാമിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് ചെയ്യായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇത് 13th ലെക്ചറാണ് ആ സീരീസിലെ. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത് മാക്സ്വെൽ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ ദ Maxwell Boltzmann സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ദ റേഷ്യോ ഓഫ് ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് VRMS എന്നാണ് നമ്മൾ പറയുക, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, ആൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് MP എന്നും VMP എന്നും VP എന്നും എഴുതാറുണ്ട്. അത് തമ്മിൽ റേഷ്യോ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് VRMS ടു VMP. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ. The Maxwell Boltzmann speed distribution function for a collection of particles of mass m is this. അല്ലേ, നോക്കിവിടെ ഇത് V തന്നെയാണ്, സ്പീഡിൻ്റെ സ്ക്വയറാണ്. പിന്നെ ഇവിടെ സ്പീഡിൻ്റെ സ്ക്വയർ ഇവിടെയും വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എനിവേ, സ്പീഡിൻ്റെ സ്ക്വയറിന് ഒരു ലീനിയർ റിലേഷനുണ്ട്. അതേപോലെ തന്നെ ലീനിയർ റിലേഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഹാവിങ് ദ സ്പീഡ് വി സ്പീഡുള്ള പാർട്ടിക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം, എണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വി സ്പീഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു എണ്ണം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അത് എന്തിന് പ്രൊപ്പോഷലാണ്? വി സ്ക്വയറിന് പ്രൊപ്പോഷലാണ്. അതേസമയം എക്സ്പോണൻഷ്യൽ ഓഫ് വി സ്ക്വയർ അല്ലേ, എക്സ്പോണൻഷ്യൽ സം കോൺസ്റ്റൻറ്റ് കാര്യങ്ങൾ ടെമ്പറേച്ചറൊക്കെ വരുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ വി സ്ക്വയറിന് പ്രൊപ്പോഷണൽ ഫംഗ്ഷൻ. ആക്ച്വലി ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിൽ നമുക്കറിയാം, ഒരു വെസലിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവർ റാൻഡം മോഷനാണ് അല്ലേ, ദേ ആർ ഇൻ റാൻഡം മോഷൻ, സോ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ എന്നൊക്കെയാണ് നമ്മൾ കൈനറ്റിക് തിയറിയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊളീഷൻസ് മാക്സ്വെല്ലിന് മുമ്പുള്ള അല്ലെങ്കിൽ മാക്സ്വെല്ലും ബോൾട്ട്സ്മാനും മുമ്പുള്ള ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊളൈഡ് ചെയ്ത് അവരെല്ലാം ഒരേ സ്പീഡിലേക്ക് എത്തുന്നതായിരുന്നു. പക്ഷെ മാക്സ്വെല്ലിന് മനസ്സിലായത് ഒരേ സ്പീഡിലേക്കല്ല, ഇവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ, പലർക്കും പല സ്പീഡുകളാണ് വരുന്നത്, എല്ലാവർക്കും ഒരേ സ്പീഡല്ല. മനസ്സിലായോ? അപ്പോൾ പല സ്പീഡുകളുണ്ട്. ഇവരുടെ സ്പീഡ് നമ്മൾ ഈ ഇക്വേഷനിലേക്കാണ് മാക്സ്വെൽ എത്തുന്നത്. മാക്സ്വെൽ എത്തുന്ന ഈ ഇക്വേഷനിലേക്കാണ്. ആ ഇക്വേഷൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഈ എഫ് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ദാറ്റ് സ്പീഡ് വി സ്പീഡുള്ള, ഇവിടെ സ്പീഡാണ്, ഇത് മോളിക്കുലർ സ്പീഡാണ്, ഓരോ മോളിക്കുലർ സ്പീഡ്, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡാണ്. ഇത് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പോസസിങ് ദാറ്റ് സ്പീഡ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇവിടേക്ക് നോക്കൂ, ഈ എക്സ് ആക്സ് കൂടുന്ന സ്പീഡ് കൂടി വരികയാണ്. അപ്പോൾ 0 സ്പീഡ് തൊട്ടുള്ള സ്പീഡുകളെല്ലാം വരുന്നുണ്ട്, 0 മീറ്റർ പെർ സെക്കൻഡ് തൊട്ടുള്ള സ്പീഡുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 100 മീറ്റർ പെർ സെക്കൻഡ്, 200 മീറ്റർ പെർ സെക്കൻഡ്, 400 മീറ്റർ പെർ സെക്കൻഡ്. ഗ്യാസ് മോളിക്യൂൾ സ്പീഡ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കുറേ കൂട്ടി വലിയ വാല്യൂസാണ്. അതുകൊണ്ടാണ് ഞാൻ 400 മീറ്റർ പെർ സെക്കൻഡ്, 500 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ വരുന്നത്. നമുക്ക് കൂടുതൽ പാർട്ടിക്കിൾസിൻ്റെ കൂടുതൽ എണ്ണം, ഈ ഗ്രാഫിൻ്റെ പീക്ക് കാണിക്കുന്നത് എന്താ, കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസിനും കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ പേർക്കും കാണുന്ന ഒരു സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ഓക്കെ, പിന്നെ ഈ 2 സ്പീഡുകൾ ഇതിൽ പറയാറുണ്ട്. ഒന്ന് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിലും കുറച്ചുകൂടി കൂടുതലാണ്, റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അതിനെ വി ആവറേജ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ വി ബാർ എന്ന് എഴുതാറുണ്ട്. പിന്നെ ഒരു സ്പീഡും കൂടി പറയാറുണ്ട്, RMS സ്പീഡ്, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് അല്ലേ, റൂട്ട് മീൻ സ്ക്വയർ VRMS, റൂട്ട് മീൻ സ്ക്വയർ അല്ലെ. നമ്മൾ ആവറേജ് എടുക്കുന്ന ഒരു പ്രത്യേക നെഗറ്റീവും പോസിറ്റീവും വെലോസിറ്റി, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിന് പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ RMS റൂട്ട് മീൻ സ്ക്വയർ ചെയ്തിട്ട് ആവറേജ് എടുത്തിട്ട് റൂട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താ VRMS. നിങ്ങൾ ചിലപ്പോൾ അറിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വെലോസിറ്റികളുണ്ട്. കൂടുതൽ പേർക്കും കാണുന്ന വെലോസിറ്റി ഇതാണ്, അതാണ് ഗ്രാഫിൻ്റെ പീക്ക്. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ അത് ഇൻറ്റിഗ്രേഷൻ വഴിയാണ് ചെയ്യുക. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്പീഡുണ്ട്. പിന്നെ RMS സ്പീഡുണ്ട്, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡുണ്ട്. ഓക്കെ, ഇതിൻ്റെ 3ൻ്റെയും വാല്യൂസ് നമുക്ക് ഇക്വേഷന് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ കണ്ട ഇക്വേഷന് നമുക്ക് ഈ 3 സ്പീഡുകളുടെയും വാല്യൂസ് ഡിറൈവ് ചെയ്യാണ് നമുക്ക് കിട്ടുക. നമുക്കത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക √2 kBT. KB ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ബൈ M ആണ്, 2 kBT ബൈ M. ഈ KBയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, 1.38 × 10⁻⁻23. അവഗാഡ്രോ നമ്പറിൻ്റെ നെഗറ്റീവ് പവറാണത്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ജൂൾ പെർ കെൽവിൻ അല്ലേ, ജൂൾ പെർ കെൽവിൻ. യെസ്. അപ്പോൾ ഇവിടെ അതേപോലെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ √8 kBT ബൈ പൈ എം എന്നാണ് കിട്ടുക. RMS സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്, ഈ വാല്യൂ ഓർത്ത് വയ്ക്കണം, 3 kBT ബൈ എം. ഇത് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്, ഞാൻ ആ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ kBT ബൈ എം എല്ലാത്തിലും ഉണ്ട്. ഇവിടുത്തെ വാല്യൂ നോക്കൂ, √2 ആണ് വരുന്നത്. kBT ബൈ എം ഒഴിച്ചാൽ ഇവിടെ √2 ആണ് വരുന്നത്. ഇവിടെ വരുന്ന വാല്യൂ √8/π ആണ്. ഇത് നമ്മൾ ജസ്റ്റ് 8/π നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 അടുത്താണ്, അപ്രോക്സിമേറ്റ്ലി 2.5 ആണ്. ഇവിടെ വരുന്ന √3 അല്ലേ, kBT ബൈ എം ഒഴിച്ചാൽ ബാക്കിയുള്ള √3 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും ചെറിയ സ്പീഡ് ഇതാണ് അല്ലേ, അതിവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ സൈഡിലേക്ക് പോകുന്ന ഒരു സ്പീഡ് കൂടുതലല്ലേ, ഇതാണ് സ്മോളസ്റ്റ് അല്ലേ, മോസ്റ്റ് പ്രോബബിൾ സ്പീഡാണ്. മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പാർട്ടിക്കിൾസിന് കാണുന്ന സ്പീഡ്, പക്ഷെ അത് ചെറുതാണ്. ആവറേജ് സ്പീഡിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ലാർജസ്റ്റ് അല്ലേ. വലിയ സ്പീഡ് RMS സ്പീഡാണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വി മോസ്റ്റ് പ്രോബബിൾ ഈസ് ലെസ് ദാൻ വി ആവറേജ് ഇറ്റ് ഈസ് അഗെയിൻ ലെസ് ദാൻ വി RMS എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റും. ഈ തമ്മിൽ റേഷ്യോ നോക്കൂ, റേഷ്യോ എന്നുള്ളത് ഇതാണ്, വി മോസ്റ്റ് പ്രോബബിൾ ഈസ് ടു വി ആവറേജ് ഈസ് ടു വി RMS ചെയ്താൽ നമുക്ക് കിട്ടുന്ന √2 ഈസ് ടു, ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതുന്നില്ല, √8/π ഈസ് ടു √3 എന്നാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടും തമ്മിൽ റേഷ്യോ ചോദിക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാം, √2 മറ്റേത് √8/π ഇറ്റ് അപ്രോക്സിമേറ്റ്ലി √2.5 വി RMS. ബാക്കി ടൈം ഇവിടെ കോമൺ ആണ്. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ എഴുതാറുണ്ട്. വേറെ രീതിയിൽ എഴുതാന്ന് പറയുമ്പോൾ ഈ kB/m പകരം നിങ്ങൾക്ക് R/M എഴുതാം. R എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. M മോളിക്കുലർ മാസ്സാണ്. അപ്പോൾ ഈ സ്മോൾ എമ്മോ അത് 1 മോളിക്യൂളിൻ്റെ മാസ്സാണ്. ഇതോ മോളിക്കുലർ മാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസ്സാണ്. അപ്പോൾ ആക്ച്വലി ദിസ് ക്യാപിറ്റലം എന്ന് പറഞ്ഞാൽ 1 മോളിൻ്റെ മാസ്, നമ്മളങ്ങനെ പറയില്ല, 1 മോളിൻ്റെ മാസ്സാണ് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് അല്ലേ. പെട്ടെന്ന് മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ തെറ്റരുത്. 1 മോളിക്യൂളിൻ്റെ മാസ് ഇതാണ് 1 മോളിൻ്റെ മാസ്. 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ മാസിൻ്റെ അവഗാഡ്രോ നമ്പറാണ്. അതേപോലെ ഈ R എന്നുള്ളത് kB × NA ആണ്. NA kB ആണ് R, മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി, kB/m R/m സെയിം ആണ്. അതുകൊണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. വേറൊരു ഫോമുല നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പോൾ VMP എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ കാണാം, √2 RT/M എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതും സെയിം ആണ്, R/m kB/m സെയിം ആണ്. അതുപോലെ V എല്ലാത്തിലും √8 RT/m ഇങ്ങനെ എഴുതാറുണ്ട്. അതുപോലെ വി RMSന് നിങ്ങൾക്കത് മനസ്സിലായല്ലോ, R/M പകരം kB/m എഴുതാം, 3 RT/m ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻസ് എഴുതാം, വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സ്മോൾ എം ആണ് അറിയെങ്കിൽ അങ്ങനെ എഴുതാം, ക്യാപിറ്റൽ എം ആണ് അറിയെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വി ഹാവ് ടു ഗെറ്റ് ദ റേഷ്യോ ഓഫ് VRMS ആൻഡ് VMP നമ്മൾ പറഞ്ഞു, VRMS VMP. അപ്പോൾ VRMSൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, റേഷ്യോ എടുക്കുമ്പോൾ √3 ഉണ്ടാവുള്ളൂ, ബാക്കി kBT/m ഒക്കെ ക്യാൻസലായി പോകും. √3 VMPയിൽ √2 അല്ലേ വരിക, അപ്പോൾ √3/2 ഇതാണ് ആൻസർ. √3/2 ആണ് ആൻസർ നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ, √3/2. ബാക്കി ടൈം കട്ട് ചെയ്തു പോകും കേട്ടോ, ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വരിക്കുന്നത്. VRMS/VMP കണ്ടുപിടിക്കുമ്പോൾ √3 kBT/m ഡിവൈഡ് ബൈ √2 kBT. ഇക്വേഷൻസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് √3/2. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോകും, √kBT/m മുകളിലും താഴെയുള്ളത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ A ആണ് ആൻസർ. ഇത് നമ്മൾ ഡയറക്റ്റ് പഠിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്താവുന്ന ക്വസ്റ്റൻ ആണ്, കാരണം എല്ലാവരും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് പോവുക, മനസ്സിലായി. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഫോമുല ബുക്കിൽ എഴുതണം, പഠിക്കണം, അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റനൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, 2 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക എല്ലാ മൊഡ്യൂൾസും എടുത്ത് ഇങ്ങനെ പല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും സിമ്പിളായിട്ട് ആ കട്ട് ഓഫ് കടക്കാൻ പറ്റും. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡയറക്റ്റായിട്ട് ചോദിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതേസമയം ഇങ്ങനത്തെ ഒരു എക്സാമിന് ടൈമും പ്രശ്നമാണ്. നമുക്ക് ടൈം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പോകണം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ √3/2 എന്ന് പറയാൻ പറ്റും. കാരണം ആ ഗ്രാഫും ആ വാല്യൂസും ആ ഫോർമുലകളൊക്കെ കറക്റ്റ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഇതൊന്ന് ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. ഒരിക്കലും നമുക്ക് ആ വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം. കുറേ കാര്യങ്ങൾ, കുറച്ച് ഫോർമുലകൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി. ഓക്കെ, താങ്ക് യു.